ഒടുവിൽ കോൺഗ്രസ് തീരുമാനിച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭയിൽ ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് കോൺഗ്രസ്. മാവേലിക്കര നഗരസഭ ഇപ്പോൾ ഭരിക്കുന്നത് ശരിക്കും ഏതു പാർട്ടിയാണ്? ആർക്കെങ്കിലും പറയാമോ? കോൺഗ്രസ് പറയുന്നു ചെയർമാനുള്ള പിന്തുണ പിൻവലിച്ചെന്ന്. പക്ഷേ ഈ ചെയർമാന്റെ പിന്തുണയിലാണ് വൈസ് ചെയർപേഴ്സൺ സ്ഥാനം കോൺഗ്രസ് നിലനിർത്തിയിരിക്കുന്നത്. 28 അംഗ കൗൺസിലിൽ കോൺഗ്രസ് 9, BJP 9, LDF 9, സ്വതന്ത്രനായി ജയിച്ച ചെയർമാൻ 1 എന്നതാണ് കക്ഷിനില. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ കുതിരക്കച്ചവടത്തിന് BJP മുന്നോട്ട് വന്നില്ല. CPM-ന് 8 സീറ്റുകളും ജനാധിപത്യ കേരള കോൺഗ്രസിൽ ഒരംഗവും ചേർന്നാണ് LDF-ൽ 9-ലെത്തിയത്. CPM വിമതനായി മത്സരിച്ച് ജയിച്ച ശ്രീകുമാറിനെ ഒപ്പം നിർത്താനുള്ള മടികൊണ്ടാണോ, ജനാധിപത്യ കേരള കോൺഗ്രസ് അംഗം മറുകണ്ഠം ചാടുമെന്നുള്ള പേടികൊണ്ടാണോ എന്നറിയില്ല. LDF-ഉം ഭരണം പിടിക്കാൻ ശ്രമിച്ചില്ല. ഒടുവിൽ 3 വർഷം ചെയർമാൻ സ്ഥാനം നൽകാമെന്ന വാഗ്ദാനത്തിൽ ശ്രീകുമാറിനെ ചെയർമാനാക്കി കോൺഗ്രസ് അധികാരത്തിലെത്തിക്കുകയായിരുന്നു. എന്നാൽ 3 വർഷം കഴിഞ്ഞിട്ടും വീണ് കിട്ടിയ സൗഭാഗ്യം കൈവിട്ട് കളയാൻ ശ്രീകുമാർ തയ്യാറായിരുന്നില്ല. ഇതോടെ കോൺഗ്രസിലെ ഒരു വിഭാഗം ശ്രീകുമാറിനെതിരെ തിരിഞ്ഞു. ശ്രീകുമാറിനെ പുറത്താക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഭരണം എന്ന മധുരമുള്ള മാമ്പഴത്തിന്റെ ഒരറ്റം കഴിക്കാൻ കിട്ടിക്കൊണ്ടിരുന്ന അവസരം നഷ്ടപ്പെടുത്താൻ ഭരണത്തിലുള്ളവർ തയ്യാറായിരുന്നില്ല. എന്തിനേറെ ചെയർമാൻ സ്ഥാനം 2 വർഷത്തേക്ക് പറഞ്ഞുറപ്പിച്ചിരുന്നവർക്ക് പോലും ശ്രീകുമാറിനെതിരെ അവിശ്വാസം കൊണ്ടുവരുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. ഇവിടം കൊണ്ടും തീരുന്നില്ല നഗരസഭാ രാഷ്ട്രീയം. ശ്രീകുമാറിനെ പുറത്താക്കി എന്ന് പറയുമ്പോഴും കക്ഷത്തിലിരിക്കുന്ന ഒരു വൈസ് ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങളും നഷ്ടപ്പെടുത്താൻ കോൺഗ്രസ് ആഗ്രഹിച്ചിരുന്നില്ല. ശ്രീകുമാറിനെ ശത്രുവായി പ്രഖ്യാപിച്ച് ഒരു പരസ്പര ധാരണയിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ മുന്നോട്ടു പോകാനായിരുന്നു കോൺഗ്രസ് ലക്ഷ്യമിട്ടിരുന്നതെന്ന് വേണം കരുതാൻ. എന്നാൽ ഭരണം പരാജയമാണെന്ന് പറയുന്ന BJP-യുടെയും CPM-ന്റെയും കാര്യമാണ് അതിലേറെ കഷ്ടം. ഇരു കൂട്ടർക്കും 9 എന്ന മാജിക്കൽ ഫിഗർ സ്വന്തമായി ഉണ്ടായിട്ടും ഇതുവരെ ഒരു അവിശ്വാസം കൊണ്ടുവരാൻ മുന്നോട്ട് വന്നിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? BJP-യും CPM-ഉം ശ്രീകുമാറിനെ ചെയർമാൻ സ്ഥാനം അംഗീകരിച്ച് കൂടെ നിൽക്കുന്നു എന്ന് തന്നെയല്ലേ? പിന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇടയ്ക്കിടയ്ക്ക് ചെയർമാനെതിരെ മുദ്രാവാക്യവും സമരങ്ങളും. അതാണല്ലോ പൊളിട്രിക്സ്. അപ്പോൾ മണ്ടന്മാരാരാണ്? നമ്മൾ ജനങ്ങൾ തന്നെ. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന മാവേലിക്കര നഗരസഭയിൽ ചെയർമാനെതിരെ കോൺഗ്രസ് തന്നെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുകയാണ്. മുൻ ധാരണ പ്രകാരം ശ്രീകുമാർ ചെയർമാൻ സ്ഥാനം ഒഴിയാൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് കോൺഗ്രസ് പിന്തുണ പിൻവലിച്ച മാസങ്ങൾ കഴിഞ്ഞിട്ടും ചെയർമാനെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ കോൺഗ്രസ് തയ്യാറാകാതിരുന്നത് വലിയ വിമർശനത്തിന് കാരണമായിരുന്നു. ശ്രീകുമാറിന്റെ പിന്തുണയിൽ വൈസ് ചെയർമാൻ സ്ഥാനവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനവും നിലനിർത്തുന്നതും ചോദ്യം ചെയ്യപ്പെട്ടു. ഇത് വിവാദമായതോടെയാണ് ഇപ്പോൾ ചെയർമാനെതിരെ അവിശ്വാസത്തിന് കോൺഗ്രസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്.